ഹായ് ഹലോ എല്ലാവർക്കും ഷെറൂസ് ഫുഡ് ഗാലറിയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ, ക്ലോത്ത് ബാഗാണ്. ഈസി ക്ലോത്ത് ബാഗാണ്. നേരത്തെ ഞാൻ കാണിച്ചത് നമ്മൾ ക്യാരി ബാഗ് ചെറിയ വേറെ രീതിയിലുള്ളതായിരുന്നു. ഇന്നിപ്പോൾ വേറെ രീതിയിലുള്ള പിടി വെച്ചിട്ടൊക്കെ ഉള്ള അതാണ്. ഈസിയാണ്, കണ്ടില്ലേ? അതെ, നല്ല വള്ളി നല്ല സ്ട്രോങ് ആയിട്ട് തയ്ച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, നമുക്ക് എളുപ്പം ഉണ്ടാക്കാം. നല്ല ഭംഗിയുണ്ട്. നല്ല വെറൈറ്റി തുണിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പല ഡിസൈനിലൊക്കെ തയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടത് തുണിയാണ്. നമ്മൾ സാധാരണ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട്, ഒരു മീഡിയം സൈസ് പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിൻ്റെ അളവിനനുസരിച്ചിട്ട് തുണി വെട്ടിയെടുക്കുക കേട്ടോ. പിന്നെ പിടി അതുപോലെ നമുക്ക് ഒരു നിശ്ചിത നീളത്തിൽ വേണം മുറിച്ചെടുക്കാൻ. ഞാനത് കാണിക്കാം. കണ്ടില്ലേ? ഇപ്പം രണ്ട് തുണി അകത്തേക്ക് രണ്ടായിട്ട് മടക്കണം. നമുക്ക് പിടി തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം വെളിയിലേക്ക് കാണില്ല. നമ്മൾ അകത്തേക്ക് മടക്കുന്നതുകൊണ്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ വെട്ടിയെടുക്കുക. എന്നിട്ട് അത് അകത്തേക്ക് മടക്കി എടുക്കണം. നല്ല കട്ടി വേണമല്ലോ പിടിക്കുക. പിന്നെ ഈ തുണി എന്ന് പറഞ്ഞാൽ ഇതും നമ്മൾ നൂല് വിട്ടു പോണ തുണിയാണെങ്കിൽ ഒന്ന് മടക്കി അടിച്ചിട്ട് അകത്ത് തയ്ക്കണം. ഇതിപ്പം അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് മടക്കി നിങ്ങളെ കാണിച്ചതാണ്. മടക്കി അടിച്ചിട്ട് നമുക്ക് തയ്ക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് അടിച്ചാൽ മതി. നൂല് വിട്ടു പോരണ തുണിയാണെങ്കിൽ മാത്രം സൈഡ് അടിച്ചാൽ മതി. പിന്നെ നമുക്ക് ആദ്യം ഇതിൻ്റെ വള്ളി തയ്ക്കാം. കണ്ടോ, ഞാൻ എടുത്തേക്കുന്ന നീളത്തിലുള്ള തുണി കണ്ടോ. സാധാരണ ഒരു പിടി എത്ര നീളത്തിലാണോ വേണ്ടത് അത്ര നീളത്തിൽ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ 4 സൈഡും അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ യെല്ലോ കളറാണ് നൂല് എടുത്തേക്കുന്നത് കേട്ടോ. നമ്മൾ സെയിം കളർ നൂല് തന്നെ എടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആ തയ്യൽ നമ്മൾ കാണില്ല. ഇപ്പം ഞാൻ കാണാൻ വേണ്ടിയിട്ടാണ് യെല്ലോ കളറ് നൂല് എടുത്തേക്കുന്നത്. ഇനി ഇത് 4 സൈഡും തയ്ക്കുക, 2 വള്ളിയും. കാരണം അകത്തേക്ക് മടക്കുമ്പോൾ നമ്മൾ അതിൻ്റെ തയ്യൽ തുമ്പൊന്നും കാണില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കണേ. 2 സൈഡും അകത്തേക്ക് മടക്കി അടിക്കുക. ഒരു 2 വിരലിൻ്റെ വലുപ്പത്തിൽ മതി. അതുപോലെ 4 സൈഡും അടിക്കുക. അതിനിടയിൽ ഒരു കാര്യം പറയട്ടെ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇത് വളരെ ഈസി ആയിട്ട് തയ്ക്കാം. മറ്റേ ബാഗിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് തയ്ക്കാൻ കേട്ടോ. കാരണം ഇത് നമ്മൾ പ്രത്യേക ഷേപ്പിൽ വെട്ടണ്ട, വട്ടത്തിലടിക്കേണ്ട, അങ്ങനെയൊന്നും വേണ്ട. നേരെ ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് മതി ഇത് എല്ലാത്തിനും. കണ്ടില്ലേ, നമ്മുടെ വള്ളി റെഡിയായി. ഇനി മറ്റേ വള്ളി സെയിം ഇതേപോലെ തയ്ച്ചെടുക്കുക. ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടിയുണ്ട്. അതുപോലെ മറ്റേതും തയ്ച്ചെടുക്കുക. രണ്ടും സെയിം നീളത്തിൽ തന്നെ മുറിച്ചെടുക്കണം തുണി. ഇനി ഇതും തയ്ക്കുക. നിങ്ങൾ ഒരു തവണ വെറുതെ ഒന്ന് തയ്ച്ച് നോക്കൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല തുണിയിൽ തയ്ച്ച് നോക്കിയാൽ മതി. ആദ്യം വെറുതെ ഏതെങ്കിലും വേസ്റ്റ് തുണി ഉണ്ടെങ്കിൽ അതിൽ തയ്ച്ച് നോക്കി ഒന്ന് പഠിക്കുക. നമുക്ക് അതിൻ്റെ ഐഡിയ കിട്ടും. അപ്പം നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പല ഐഡിയകളും കിട്ടും. കണ്ടില്ല, ഞാൻ രണ്ടാമത്തതും തയ്ച്ചു. നമുക്ക്
ഇതിനകത്ത് വേറെ പോക്കറ്റ് വരണ പോലെ അങ്ങനെ തയ്ക്കാം. അപ്പോൾ 1-2 തവണ തയ്ക്കുമ്പോൾ നമുക്ക് പല ഐഡിയകളും കിട്ടുന്നത് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇതേ കണ്ടില്ലേ, 2 വള്ളി ഞാൻ തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പം ഞാൻ മടക്കി എടുക്കില്ല, അങ്ങനെ നൂലൊന്നും പ്രത്യേകിച്ച് വിട്ടു പോരില്ല. ഇത് നമ്മൾ നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് അടിയിലത്തെ ഭാഗം വെച്ചിട്ട് നമ്മൾ തയ്ക്കുക. 1-2 സ്റ്റിച്ച് കൊടുക്കുക. ബാക്ക് സ്റ്റിച്ച് ചെയ്യുക. നൂല് വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്യണേ. ഇനി നമുക്ക് തയ്ച്ചു കൊടുക്കാം. ഒരു സൈഡ് താഴം വരെ തയ്ക്കുക. നമ്മൾ മടക്കിയത് കൊണ്ട് അടിയിലത്തെ ഭാഗം തയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക്. അത് താഴെ വരെ അങ്ങോട്ട് തയ്ക്കുക. ഇവിടെ ബാക്ക് സ്റ്റിച്ച് ചെയ്യാം. ഒരു തയ്യലും കൂടെ തയ്ക്കുക. ഇവിടെ നമ്മൾ സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വരണല്ലേ, അപ്പോൾ ഒരു തയ്യൽ മാത്രമാണെങ്കിൽ ചിലപ്പം കുറച്ച് കഴിയുമ്പോൾ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2 സ്റ്റിച്ചോ 3 സ്റ്റിച്ചോ ആയാലും കുഴപ്പമില്ല. ബാക്ക് സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. ഇതേ കണ്ടില്ലേ. ഇനി ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ അതുപോലെ തയ്ക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് തിരിച്ചു വയ്ക്കാം. ഇപ്പുറത്തെ സൈഡും തയ്ക്കുകയാണ് ഞാൻ. പ്ലാസ്റ്റിക് നിരോധനം പൂർണ്ണമായിട്ട് നടപ്പിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ഇനി ആശ്രയമുള്ളൂ. ഒരു നൂലും ഒരു നൂലിൻ്റെ തന്നെ ആവശ്യമില്ല, ഒരു പകുതി നൂലിൻ്റെ ആവശ്യമുള്ളൂ. അത്ര തന്നെ വേണമെന്നില്ല, നമ്മൾ എത്ര തയ്യലിടുന്നു അതൊക്കെ അനുസരിച്ചിട്ട് അത് വരുള്ളൂ. അപ്പം നമുക്കിത് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാം. പഴയ തുണി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇപ്പം നല്ല തുണി ആണെങ്കിൽ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ അങ്ങനെ ഒക്കെ ഇഷ്ടം പോലെ ബാഗ് തയ്ച്ചുണ്ടാക്കാം. കടയിൽ ഇപ്പോൾ സാധനം മേടിക്കാൻ പോകണമെങ്കിലോ പച്ചക്കറിയോ എന്ത് വേണമെങ്കിലോ നമുക്ക് ഇതുപോലെ ഇതിൽ മേടിച്ചുകൊണ്ട് വരാം. ഏത് കളറിൽ വേണമെങ്കിലും തയ്ക്കാം. കട്ടിയുള്ള തുണിയാണെങ്കിൽ കുറച്ച് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം ഞാൻ നമുക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ തുണി എടുത്തേ ഉള്ളൂ. ഇത് നമുക്ക് തിരിച്ചിടാം. അറ്റം കൈകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ തിരിച്ചിടുമ്പോൾ അറ്റം ഇതുപോലെ ആക്കാം. ഒരുപാട് കുർത്തിരിക്കണമെങ്കിൽ നമുക്ക് കത്രികയുടെ അറ്റം കൊണ്ട് വല്ലതും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിൽ ഇനി ആകെ ഒരു പണിയും കൂടെ ബാക്കിയുള്ളൂ. എന്താണ്? വള്ളി പിടിപ്പിക്കുക. വള്ളിയുടെ നീളം 2 സൈഡിലും ഒരുപോലെ ആയിരിക്കണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഒരേ ഡിസ്റ്റൻസിൽ വേണം വള്ളി വെക്കാൻ. 2 അറ്റത്തുനിന്നും ഒരേപോലെ സ്പേസ് വിട്ടിട്ട് നമുക്ക് ഇത് തയ്ക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് തയ്ക്കുന്നതെങ്കിൽ നമുക്ക് ഇത് പേന കൊണ്ടൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. പേന പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് പെൻസിൽ കൊണ്ടൊന്ന് മാർക്ക് ചെയ്യാം എവിടെയാണ് വള്ളി വരേണ്ടത്. അപ്പം നമുക്ക് 2 അറ്റവും ഒരുപോലെയാണോ എന്ന് നോക്കുകയും വേണം. ഞാൻ ജസ്റ്റ് പെൻസിൽ കൊണ്ടൊന്ന് വരയ്ക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ക്ലോസ് ആയിട്ട് വെറുതെ വരയ്ക്കുകയാണ്. വള്ളിയും അടിഭാഗത്ത് വേണം വരാൻ.
അറിയാലോ, ഉള്ളിലായിരിക്കുമല്ലോ വള്ളി വരുന്നത്. അതങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതിനകത്തൂടെ ഇങ്ങനെ കയറ്റി ഇങ്ങനെ തയ്ച്ചെടുക്കുക. ഇത് പൊസിഷൻ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നുകൊണ്ട് വെള്ളം കുത്തി വയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. മുട്ട് പിന്നെ വെച്ചിട്ട് വെള്ളം കുത്തി വയ്ക്കുകയും ചെയ്യാം നമുക്ക്. ഇതിന് നമുക്ക് തയ്ക്കാം. 4 സൈഡും നന്നായിട്ട് തയ്ക്കുക. പിന്നെ 1-2 തവണ ക്രോസ് സ്റ്റിച്ചിങ് ചെയ്യുക. ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുക. വള്ളി അകത്ത് വെച്ചിട്ട് വേണം തയ്ക്കാൻ. 4 സൈഡും തയ്ക്കുക. വള്ളി അനങ്ങാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. ഇപ്പോൾ ഫ്രണ്ട് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചും വെച്ചിട്ട് അങ്ങനെ തയ്ക്കാം. അല്ലാണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൗണ്ടിൽ 4 സ്റ്റിച്ച് 4 തവണ റൗണ്ട് ചെയ്ത് വന്നിട്ട് തയ്ച്ചാലും മതി. നന്നായിട്ട് തയ്ക്കുക. കാരണം വള്ളി വിട്ടുപോകാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നന്നായിട്ട് തയ്ക്കണമെന്ന്. ഇത് ഒന്ന് ക്രോസ് സ്റ്റിച്ച് ചെയ്യുക. ഇനി ഇതിൻ്റെ കോണോട് കോണ് സ്റ്റിച്ച് ചെയ്യുക. അത് 1-2 തവണ അടിച്ചാൽ മതി. കാണാനൊരു ഭംഗി ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് അടിച്ചിട്ട് പിന്നെ കുറച്ച് ദൂരം മുമ്പോട്ട് അടിച്ചിട്ട് വേണം പിന്നെ അടുത്ത കോണിൽ നിന്ന് വേണമല്ലോ നമ്മൾ അടിക്കാൻ. ഇവിടെ നമ്മൾ ലോക്ക് ഇടുക. എന്നിട്ട് അധികം വരുന്ന നൂലുകൾ അപ്പം തന്നെ മുറിച്ച് മാറ്റുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ നൂലിങ്ങനെ പൊങ്ങിക്കിടന്ന വൃത്തികേടാണല്ലോ. ഓക്കെ. അധികം വരുന്ന നൂല് നമ്മളെടുത്ത് കളഞ്ഞു. സെയിം നമ്മൾ ഇപ്പുറത്തേലും വയ്ക്കുക. കണ്ടപ്പോൾ ഞാൻ 2 വള്ളിയും പിടിപ്പിച്ചു. ഇത് കണ്ടില്ല, ഇവിടെ ഇപ്പുറത്തും തയ്ച്ചു ഒരേ ഡിസ്റ്റൻസിൽ. അതുപോലെ ഇതും അങ്ങനെ തന്നെ തയ്ച്ചിരിക്കുകയാണ്. റെഡ് കളറാകുമ്പോൾ നമ്മളിങ്ങനെ അറിയില്ല. അപ്പം ഞാൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് യെല്ലോ നൂല് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ക്ലോത്ത് ബാഗ് എളുപ്പം ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയില്ലേ. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. സിമ്പിളായിട്ടുള്ള ക്ലോത്ത് ബാഗാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.